6ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ അർദ്ധവാർഷിക പരീക്ഷ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവൻ കണ്ടു കഴിയുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. 5 ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഓരോന്നും വായിക്കാം. വായിക്കുമ്പോൾ തന്നെ പാഠം നല്ലോണം വായിച്ച് ശീലമുള്ള ആളുകൾക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വേഗം ഉത്തരം അറിയണമെങ്കിൽ പാഠവുമായിട്ട് നല്ലോണം ബന്ധമുണ്ടാവണം. പ്രത്യേകിച്ച് അവസാനത്തെ 3 പാഠങ്ങളൊക്കെ ഒരു 3 തവണയെങ്കിലും വായിക്കുക, ഓരോ പാഠങ്ങളും. എന്നാൽ തന്നെ നിങ്ങൾക്കൊരു 30 മാർക്ക് ഉറപ്പിച്ചോളൂ. എന്തായാലും നമുക്ക് ഇതൊന്ന് വായിക്കാം. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കുന്നതാണ് തൗഹീദ്. ആണോ? അല്ല, അത് തെറ്റാണ്. 2 അഹ്ലുബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും. അത് ശരിയാണ്. 3 മദ്ഹ് ചെയ്യൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. റെഡിയാണ്, ശരിയാണ്. 4-ാമത്തത് അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ മഗ്രിബി വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമായിട്ടുള്ള നിസ്കാരം സുബൈ നിസ്കാരവും മഗ്രിബ് നിസ്കാരവുമാണ്. മഗ്രിബല്ല, ഇഷ ആണ്. അതുകൊണ്ട് അതും തെറ്റിപ്പോയി. 5 ഖുർആനിൽ കൂടുതൽ ആവർത്തിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. അത് റെഡിയാണ്, ശരിയാണ്. ഇനി 2-ാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകുക. അവസാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നമുക്ക് വായിക്കാം. 2-ാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതിൽ 1-ാമത്തത് ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അഖ്സറുഹും അലയ്യ സ്വലാത്ത് എന്നാണ്. ഖിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അഹിബൂനി ബുഹിബില്ലാഹി, അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുക. വാഹിബു അഹ്ല ബൈത്തി, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ അഹ്ല ബൈത്തിനെയും ഇഷ്ടപ്പെടുക. അപ്പോൾ അവിടെ ബൈത്തി ബിഹുബി എന്നാണ്. അഹ്ല ബൈത്തി ബിഹുബി. 3-ാമത്തത് ഒമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എൻ്റെ ചര്യകളെ ആര് ഇഷ്ടപ്പെടുന്നോ അവൻ നാളെ എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കും. കാന മഈ ഫിൽ ജന്ന. 4-ാമത്തത് അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുത്തയാൾ നബിയാണ്. മിൻ അംഫുസിഹിം, അവരുടെ ശരീരങ്ങളെക്കാൾ. അപ്പോൾ ബിൽ മുഅ്മിനീന മിൻ അംഫുസിഹിം, അവരുടെ ശരീരങ്ങളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് നബിതങ്ങളാണ്. 5-ാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നാം സ്നേഹിക്കേണ്ടത് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും അറിയണമെങ്കിൽ പാഠം നല്ലോണം വായിച്ചോളൂ, ഹദീസുകളൊക്കെ മനഃപ്പാഠമാക്കിക്കോളൂ, ഉപകാരപ്പെടും. മുഴുവൻ മാർക്കും നമുക്ക് നേടാൻ കഴിയും. ഇനി 3-ാമത്തെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ശ്രദ്ധിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക. 1 ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്തവൻ്റെ ഉപമ ഉപയോഗശൂന്യമായ വീട് പോലെയാണ്. കാലി വീട്, ആൾക്കാരൊന്നും ഇല്ലാത്ത പ്രേത വീട് ഓർത്താൽ മതി. ആ പ്രേത വീട് പോലെയാണ്, ആരും ഇല്ലാത്തൊരു വീട് പോലെയാണ് ഖുർആൻ അല്പം മനഃപ്പാഠമില്ലാത്ത ആളുടെ ഉപമ. 2-ാമത്തേത് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുത്തവൻ. 3-ാമത്തേത് അഹ്ലു ബൈത്ത്. ആരാണ് അഹ്ലു ബൈത്ത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അപ്പോൾ നബിയുടെ ഭാര്യമാർ, സന്താനങ്ങൾ അഥവാ മക്കൾ, മുഅ്മിനുകളായ കുടുംബക്കാരും ഇവരാണ് അഹ്ലു ബൈത്ത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നമ്മളിതിൽ മറ്റൊരു പേപ്പർ കൂടെ കൊടുക്കുന്നുണ്ട്, അതിലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്. 5 പ്രധാന ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. നമുക്ക് വായിക്കാം. 1-ാമത്തത് മദ്ഹ് പാടിയ കഅബ് റളിയല്ലാഹു അൻഹുവിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് എന്താണ്? അവിടുത്തെ ഷാളാണ് നബി തങ്ങൾ നൽകിയത്.
രണ്ടാമത്തത് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ സൗഭാഗ്യം ലഭിക്കും ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഫാത്തിമ ബീവി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്കും അവരെ സ്നേഹിച്ചവർക്കുമാണ്. അപ്പോൾ അവർക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കുക. ഇനി മൂന്നാമത്തത് ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ധരിക്കപ്പെടും എന്ത്? നാളെ പരലോകത്ത് ധരിക്കപ്പെടുന്നത് എന്താണ്? പ്രകാശ കിരീടവും സ്ഥാന വസ്ത്രവും. അത് ഖുർആൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾക്കുള്ള സ്ഥാനമാണ്. നാലാമത്തത് ഇഹ്സാൻ എന്നാൽ എന്ത് എന്നാണ്? നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇഹ്സാൻ. അഞ്ചാമത്തത് അസ്മാഉൽ ഹുസ്ന പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനെല്ലാം? നമ്മെ അലട്ടുന്ന എല്ലാ വിഷമങ്ങൾക്കും അസ്മാഉൽ ഹുസ്ന ശക്തമായ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ക്രമത്തിലാക്കാം എന്നുള്ള ചോദ്യമാണ്, ഡിസോർഡറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹത്താ യകൂനല്ലാഹു അഹബ്ബ ഇലൈഹി വറസൂലുഹു മിമ്മാ സിവാഹുമാ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അല്ലാഹ വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും റസൂലും പ്രിയപ്പെട്ടതാവാത്തിടത്തോളം കാലം ഒരാൾ പരിപൂർണമായ വിശ്വാസിയാവില്ല എന്നതാണ് അതിൻ്റെ ആശയം. ആറാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ. വിശ്വസിക്കുകയും അതിശക്തമായ ഇഷ്ടമുള്ള ആളുകൾ. മൻ അഹബ്ബ ലിഖാ അല്ലാഹി. അള്ളാഹുവിനെ കാണുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഹബ്ബ അല്ലാഹു ലിഖാഅഹു. അള്ളാഹു അവനെ കാണുന്നതും ഇഷ്ടപ്പെടും. ഇനി ലാസ്റ്റ് ഏഴാമത്തത് ആശയം എഴുതാമെന്നതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബുന ഇലാ ഹുബ്ബിക. അള്ളാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെയും നിന്നെ സ്നേഹിച്ചവരോടുള്ള സ്നേഹത്തെയും നിന്നോടുള്ള സ്നേഹത്തിലേക്കെത്തിക്കുന്ന കർമ്മങ്ങളോടുള്ള സ്നേഹത്തെയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലായി. ഇനി മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നിങ്ങൾ കാണുന്നു, അതും കൂടെ വായിക്കുക. രണ്ടിലും ഇമ്പോർട്ടൻ്റായി വരുന്ന കാര്യങ്ങൾ, ആവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് നല്ലോണം പഠിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 3 പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക. അതിലുള്ള ഹദീസുകളും മറ്റുമൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് മനഃപ്പാഠം ഉണ്ടാവണം. പൂരിപ്പിക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാതായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് നല്ല നല്ല ഒരുപാട് വീഡിയോകൾ ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരോട് ഒന്നുകൂടെ ഉണർത്തുകയാണ്. ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.